ചെക്കന്റെ കല്യാണം നടന്ന് കാണണം എന്നുള്ള പൂതി കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒക്കെ പറഞ്ഞത്. എന്താ ഇപ്പൊ കുട്ടിക്ക് പറ്റിയതാണാവോ? ആദ്യമൊക്കെ കല്യാണക്കാരൻ പറയുമ്പോഴൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടു. എന്താ ഇപ്പൊ നീ ചെയ്യ പറിച്ചോനെ? എന്തൊക്കെയാ മനസ്സിൽ കണ്ടെത്തുന്നതെന്ന് ആർക്കറിയാം. എന്താ ഇപ്പൊ രഹസ്യം അവിടെ അടിച്ചതാണാവോ? ഈ കുട്ടിക്ക് പണിയോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-200 ഒരു കയ്യിലും കാലിനും ഒഴിവില്ലാതെ നിന്ന് പണിയോട് എടുക്കും. എത്ര പറഞ്ഞാലും കേൾക്കൂലാത്ത ഒരു പെണ്ണുണ്ട് ഇവിടെ നിക്ക്. ഓളെ കൊണ്ട് എന്തെങ്കിലും ഒരു പണിയോട് എടുപ്പിക്കോ? ആവൂല്ല. ഇപ്പൊ ഓളെ കെട്ടിച്ച് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലേ കാരണം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങള് ഒക്കെ വേണ്ടപ്പോ കേക്ക. ആ പെണ്ണിനെ എങ്ങനെ വസളാക്കണ ഇവളാണ്. ആ മാപ്പിള ഇവളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏത് നേരം പഠിപ്പിച്ചതിന് മാത്രം. അതിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഉള്ളത് കൊണ്ട് ഇപ്പൊ 4 അക്ഷരം പഠിക്കുന്നുണ്ട്. നേഴ്സിംഗ് അല്ലേ, ഇനിയിപ്പോ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പും കഴിയും. പിന്നെ ഇനിയിപ്പോ ജോലി കിട്ടേക്കാരം. എന്താ പിന്നെ കാട്ടുന്നത്? നോക്കട്ടെ. ഈ ഉമ്മന്റെ പിച്ചും മേയും പറഞ്ഞുകൊണ്ട് വരുന്നേ. എന്താ നിങ്ങൾ ഈ പറയണത്? എന്താണ്? എന്ത് പറയാനാണ്? ഞാൻ ആ ഷാനുവിന്റെ കാര്യം തന്നെ പറയണത്. കുട്ടി എന്താ ഇപ്പൊ ഒന്നിനും സമ്മതിക്കാത്താണാവോ? ആദ്യം ഇങ്ങനൊന്നും എണ്ണീലല്ലോ നീ. ഇപ്പൊ ഒക്കെ അങ്ങനെ അയക്കും. ഇപ്പൊ ഉമ്മാനും വരയില്ല, വാപ്പാനും വരയില്ലാത്തൊരവസ്ഥ അയക്കും. ഇക്ക് തോന്നുന്നില്ല ഓന്റെ കല്യാണം ഒന്നും കൂടാനൊന്നും ഇക്ക് ഭാഗ്യം ഉണ്ടാവുന്ന്. നിങ്ങൾ അങ്ങനൊന്നും പറയില്ല ഉമ്മ. ഓൻ കല്യാണം കേൾക്കൂലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ വേണ്ടാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെലവേ ഉണ്ടാവുള്ളൂ. അത് നടത്താനും വേണം നല്ല പൈസ. പിന്നെ അത് മാത്രല്ലേ, ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പോകേണ്ടി വരില്ലേ? അപ്പോഴും വേണ്ടമ്മ ഈ പൈസ. ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജോലി കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ഓന അങ്ങനെയൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ അതൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല. പൈസയും വേണം പൈനൊക്കെന്നുള്ളത്. എങ്ങനെങ്കിലും ഓന്റെ കല്യാണം നടന്നിട്ടാ മതിച്ചിട്ടേന്ന്. ഇനിയിപ്പൊ എന്തായാലും വേണ്ടിയില്ല. ഓനാണ് തീരുമാനിക്കുന്ന സമയത്താണ് നടന്നോളൂ. ഇനി ഞാൻ പറയാനൊന്നും പോണില്ല. അതെന്നെ പറഞ്ഞത്. കൊറേയൊക്കെ നമ്മളെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ കൊറേ ചിന്തിക്കാണ്ട്. നിങ്ങൾ അതൊന്നും ആലോചിക്കൂല. ഓനെ കൊണ്ട് എങ്ങനെങ്കിലും വേഗം കല്യാണം കേൾപ്പിച്ചാ മതി. അലജ്ജ എന്താ ഈ അടിച്ചത്? അവർക്ക് ഒരു നേരം നമുക്ക് വെറുതെ ഇരിക്കാൻ വെച്ചല്ലോ. ഞാനേ നിങ്ങളെ മാക്സി കീറിയിന്ന് അറിഞ്ഞില്ലേ? അപ്പൊ ഞാൻ അതൊന്നും അടിച്ചു തരാച്ചിട്ടേന്ന്. അത് ഞാനും മറന്നിക്കോ എന്റെ അടുത്ത് തരാന്. 2 ദിവസം ആയല്ലേ അവിടെ അങ്ങനെ ഇരിക്കണ്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോണ്ട് ചെയ്യാം. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാക്സിലെ പെടുള്ളൂ. എന്താണ് രണ്ടാളും കൂടി ഒരു ചർച്ച? ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാ. അല്ല എനിക്ക് ഈ നേരം വരെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നോ? 4 പേരേല് ഇങ്ങനെ കേറി ഇറങ്ങുമല്ലോ. നേരം വൈകുന്നേരമാവും പെരന്റെ ഉള്ളിലൊന്നും മൊളയാനി. ഇപ്പൊ എന്തെങ്കിലും തിന്നാണ്ടോ? ചായക്ക് കടിയൊന്നും ഇല്ലടി. പിന്നെ ഞാൻ ഉച്ചക്ക് ലേസം ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പൊ അത് എന്താ എടുത്ത് തിന്നോ? എവിടുന്നപ്പൊ ബിരിയാണി? കൊറച്ചുണ്ടാക്കിയതാണ് ഷാനുവിന്. ഉമ്മ ഒന്നും തിന്നൂലല്ലോ. അതൊന്നും ഇപ്പം തിന്നൂല ബിരിയാണി. പിന്നെ ഞാനല്ലേ ഉള്ളൂ. ഞാൻ കുറച്ച് തിന്ന്, ഷാനു കുറച്ച് തിന്ന്. അവിടെ അടുക്കള എടുത്ത് വെച്ചിട്ട് പോയി തിന്നോ. അല്ലടി, അടുക്കളല്ല കാണുന്നത്. അവിടെ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് അവർക്കോട് പോയി നോക്കിക്കൂടെ? ഇതെന്തിനാ ഓളെങ്ങനെ അടങ്ങറാക്കണ ഇട്ടിട്ട്? എല്ലേലും ഉണ്ട്. ഇത്ത ഇത്ത ഇത്ത
ഈ ഒരു വിളി മാത്രമേ ഉള്ളൂ. ആ പെണ്ണിന് ഒരു സ്വകവും സൗകര്യം കൊടുക്കൂല. അല്ലെങ്കിലോ അതിന് എമ്പാടും പടികളുണ്ട് ഇതിനുള്ളിൽ. മര്യാദ കണക്ക് വേണ്ടേലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് തിന്നോ. അത് വെച്ചുണ്ടാക്കി വെച്ചാലും പോരാ, എന്റെ കുഞ്ഞിക്കൊരു വളമ്പി കൊടുന്ന് വെച്ചായിരുന്നു. എന്റെ പുന്നാര ഇമ്മ, ഞാൻ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ, ഞാൻ പെടുത്തു തരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്ത് ചെയ്താലും കുറ്റാണ്. ഇതിനൊക്കെ അന്നെ പറഞ്ഞാ മതി. ഞാൻ ഇങ്ങനെ പെണ്ണിനൊക്കെ വസവാക്കുന്നത്. കൂളവിടെ പറഞ്ഞോട്ടമ്മ, കൂൾക്ക് ഞാനല്ലാതെ വേറെ ആരാണുള്ളത്? അതേപോലെ തന്നെ ഇക്കും തന്നെ വേറെ ആരാണുള്ളത്? ഞാൻ ഒന്നും പറയണില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഒറ്റ കട്ടേക്കാരൻ, ഞാൻ പുറത്തേക്കാരൻ. അവന്റെ നല്ലേന് തന്നെ. പെണ്ണിഞ്ഞേ ഒരു പണിയും കൂടി എടുക്കൂല ഇവിടെ. അപ്പൊ എല്ലാ പണികളും ഒറ്റക്ക് തന്നെ എടുക്കേണ്ടി വരും. ഇക്ക് പ്രായമായി വരികയാണ്, എന്നെ കൊണ്ട് എല്ലാം കൂടി എടുക്കാനൊന്നും വെക്കൂല. ഇജ്ജ് നാടെടുത്തേച്ചിട്ട് പോരെ. അതിപ്പോ എന്റെ ഇക്കാരം ഉമ്മയോലും കൂടിയാണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അല്ല പെണ്ണെ, ഇതെന്തെങ്ങനെ ആലോചിച്ച് നിക്കണത്? അവിടെ ഒരു പാത്തി ഇരുന്ന് തിന്നോക്കാ. ഇരിക്കാനൊന്നും നേരല്ല, നല്ല വിശക്കുന്നുണ്ട്. ചണ്ടി ഇരിക്കണ്ടതിൽ വെള്ളം കുടിച്ചാളാ. അല്ല, എന്റെ ആലോചന ഒക്കെ കൂടെ കണ്ടപ്പോ ഇക്കൊരു സംശയം തോന്നിയതാട്ടാ. ഇനി വല്ല പ്രേമോ അങ്ങനെ എന്തെങ്കിലും? പോയിക്കോളൂ നിങ്ങൾ അവിടെ. നിക്ക് പ്രേമൊന്നും ഇല്ല. നിങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ വരില്ല. അത് വെറുതെ ഇല്ലാന്നൊക്കെ തന്നെയാണ് എല്ലാരും പറയാ. ആരെല്ലാരും? ആരുമില്ലടി, ഞാൻ വെറുതെ തമാശ അറിഞ്ഞതാണ്. അല്ലിത്താ, എന്തേ നിങ്ങളും കൂടിയാണെന്ന് പറഞ്ഞേന്ന്? അതോ, അത് ഷാനുവിന്റെ കല്യാണക്കാരൻ പറഞ്ഞത്. ആ പൊട്ടനെ കൊണ്ട് കല്യാണം കേൾപ്പിക്കണ കാര്യം പറഞ്ഞേന്ന്. അവനെ കൊണ്ട് ഇപ്പൊ കല്യാണം കേൾപ്പിക്കായിട്ട. ഇത് അങ്ങനെ ഓനെ പൊട്ടനാക്കൊന്നും വേണ്ട. ഓനെ അന്നെ പോലൊന്നുമല്ല, പഠിച്ച് അസലായിട്ട് നല്ലൊരു ജോലി വാങ്ങിയിരിക്കുന്നു. ഈയോ, ഈ ഇങ്ങനെ ഉഴപ്പി നടക്കല്ലേ? ഞാൻ അസലായിട്ട് നല്ല പഠിച്ച ജോലി തന്നെ വാങ്ങും. ഇനി ഒരു കൊല്ലം കൂടിയുള്ള ജോലി കിട്ടാൻ. അപ്പോഴും ഇതൊക്കെ തന്നെ പറയണം. ഇനിയിപ്പച്ച് പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഷാനുവിന്റെ കല്യാണം കേട്ടിട്ടുണ്ടെങ്കിലേ അന്നെ കെട്ടിക്കുന്നാണ് പറയണത്. ഇന്നെ കെട്ടിക്ക? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ക്ലാസ്സിന് പോണില്ല. അയ്യടാ, പെണ്ണിന്റെ ഒരു പൂതി. മര്യാദ തിന്നിട്ട് നീച്ച് പോടി വന്ന അവിടുന്ന്. മനുഷ്യന്മാരെ വെറുതെ കൊതിപ്പിക്കാൻ. ഈ ഷാന് ഇവിടുന്ന് തുടങ്ങിയിരിക്കണോ ഓൾക്കുള്ള ഫോം വിളി? ഇനി അമ്മക്ക് അത് കണ്ടിട്ട് മതിയാവും. ഈ ചെക്കൻ്റെ ഒരു കാര്യം. പിന്നെ ഞാൻ പിന്നെ വിളിക്ക, താത്ത വരുന്നുണ്ട്. ശരി. ഷാനോ, ഇതെന്ത് പരിപാടിയായി ചെയ്യണത്? ഈ ഇവിടുന്ന് തുടങ്ങിയ ഫോം വിളി ഇമ്മൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നാവൂട്ടാ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചതാ. അവിടുന്ന് പോന്നിട്ട് ഇപ്പൊ കണ്ടിട്ടൊന്നുമില്ലല്ലോ, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയതാ. കൊറേയില്ലേ അവിടുന്ന് പോന്നിട്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടെ അനക്ക് ഈ ബന്ധം വേണോ? ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും ഇഷ്ടാവുന്നൊക്കെ തോന്നുന്നില്ല.
പിന്നെ ഓനെ വേദനിപ്പിച്ചങ്ങാണ്ട് എന്തിനാ ഈ ഒരു ബന്ധം? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓളെ. നിങ്ങൾ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. ഷാനോ, പടച്ചോനെ എന്തൊക്കെ ഉണ്ടാവാൻ പോണാണാവും. ഇത് ഇനിയിപ്പോ ഞാനിപ്പാനോടും മനവും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കില് ഓൻ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്യണാവോ? ഒരു സമാധാനം ഇല്ല ഇപ്പൊ.